ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മെയ് മാസം 15-ാം തീയതി വ്യാഴം രാശി മാറി മിഥുനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ കർക്കിടകക്കൂർ നക്ഷത്രങ്ങളായ പുണർദംകാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങളുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം അനിഷ്ടസ്ഥാനമായ 12-ൽ കൂടിയാണ് ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. 12 എന്നത് വ്യയസ്ഥാനമാണ്. വ്യയം എന്ന് പറയുന്നത് ചിലവിന്റെ സ്ഥാനമാണ്. അതായത് അനാവശ്യ ചെലവുകൾ വന്നുപെടാം. നിരവധി മാർഗങ്ങളിൽ കൂടി നമുക്ക് ഈ ധനം ലഭിക്കാനുള്ള യോഗമുണ്ട്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ ധനങ്ങളെല്ലാം അനാവശ്യ ചിലവുകൾ മൂലം ഇല്ലാതായി പോകാൻ ഒരു സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന ധനത്തിലെ ഭൂരിഭാഗവും അമിതമായ ചെലവ് വഴി, അനാവശ്യ ചെലവുകൾ വഴി, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചെലവുകൾ വഴി ഇതെല്ലാം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം മുടക്കി പുതുതായിട്ട് ഒരു സംരംഭവും തുടങ്ങരുത്. ബിസിനസ്സോ, കൂട്ടുകക്ഷി ബിസിനസ്സോ, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഫാക്ടറികളോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ധനം മുടക്കിയുള്ള സംരംഭങ്ങളോ തുടങ്ങിയാൽ അത് നഷ്ടത്തിലെ കലാശിക്കും. നമ്മൾ 1 രൂപ ചെലവ് ചെയ്യേണ്ടടുത്ത് 10 രൂപ ചെലവ് ചെയ്യേണ്ട അവസ്ഥ വരും. എന്നാൽ ദീർഘകാലത്തേക്ക് ഈ പണം നിക്ഷേപിക്കുന്നതിന് തടസ്സമില്ല. ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങൾക്ക് ഈ വ്യാഴം 12-ൽ സഞ്ചരിക്കുന്നത് തടസ്സമല്ല എന്ന് സാരം. എന്നാൽ കൃഷി ചെയ്യുന്നവർക്ക്, നാൽക്കാലി വളർത്തുന്നവർക്ക്, അതുപോലെ തന്നെ മത്സ്യകൃഷി നടത്തുന്നവർക്ക്, ഇവർക്കൊന്നും ഈ കാലഘട്ടം ദോഷകരമല്ല. പൊതുവെ അനുകൂലപ്രദമായിരിക്കും. ഇവർക്കൊക്കെ സാമാന്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും ഒരു പരിധിവരെ നല്ല പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്കും കുഴപ്പമില്ല. സാമ്പത്തിക കാര്യങ്ങൾ അവർക്കൊക്കെ ഫിക്സഡ് ആയിട്ട് കിട്ടും. അതിൽ വലിയ മാറ്റങ്ങൾ വരില്ല. എങ്കിൽ പോലും അവരും വളരെ ശ്രദ്ധിച്ച് പണമിടപാടുകൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. വ്യാഴം 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4 എന്ന് പറയുന്നത് കുടുംബസ്ഥാനമാണ്. അതുകൊണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. കുടുംബത്തിലെ കുടുംബാംഗങ്ങളുമായിട്ടും ഭാര്യയായിട്ടൊക്കെ കുഴപ്പം കൂടാതെ കാര്യങ്ങൾ നടക്കും. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു ചെറിയ പ്രശ്നം മാത്രം കുടുംബത്തിൽ നിലനിൽക്കും. എങ്കിൽ പോലും വലിയ കുഴപ്പം കൂടാതെ കുടുംബം നടന്നു പോകും. പിന്നെ എന്നാൽ ഇവർക്ക് ഈ കുടുംബത്തിലേക്ക് എന്തെങ്കിലും വാഹനം വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിനോ ഒന്നും ഈ 12-ൽ കൂടി വ്യാഴം സഞ്ചരിക്കുക തടസ്സമല്ല. പക്ഷെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. നഷ്ടം പറ്റാതെ അല്ലെങ്കിൽ ചതിവിൽപ്പെടാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പുതിയതായിട്ട് വസ്തു വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒന്നും ഇത് തടസ്സമല്ല. പിന്നെ വ്യാഴത്തിന്റെ അടുത്ത ദൃഷ്ടി 6-ലേക്കാണ്. ഈ 6-ലേക്കുള്ള ദൃഷ്ടി ശത്രുക്കളുടെ ഉപദ്രവം കുറയ്ക്കും. പിന്നെ ദീർഘകാലമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകും. പുതുതായിട്ട് വലിയ തോതിലുള്ള രോഗങ്ങൾ, ഗുരുതര രോഗങ്ങളൊന്നും വന്നുപെടാൻ സാധ്യതയില്ല. ഈ 6-ലേക്കുള്ള ദൃഷ്ടി ഈ രോഗങ്ങളെ ശമിപ്പിക്കാൻ നല്ലതാണ്. പിന്നെ അടുത്ത ദൃഷ്ടി 8-ലേക്കാണ് വരുന്നത്. അപ്പൊ ഈ കാരകവശാല് ഈ സന്താനകാരകൻ വ്യാഴമാണല്ലോ, അതുപോലെ ഭർതൃകാരകനും വ്യാഴമാണ്. അതുകൊണ്ട് ഈ കാരകന് ദുരിതം വരുന്നതുകൊണ്ട് 8-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി സന്താനങ്ങൾക്ക് ദുരിതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം പഠിച്ചെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ പരീക്ഷയിലൊക്കെ വിജയിക്കാൻ സാധിക്കുള്ളൂ. നല്ല ശ്രദ്ധ വേണം. പിന്നെ കാരകത്വവും വ്യാഴത്തിനുള്ളതുകൊണ്ട് ഭർത്തൃമതികളായ സ്ത്രീകൾക്ക് ഭർത്താവിന് എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ വന്നുപെടുവാനും
സാധ്യതയുണ്ട്. അതുകൊണ്ട് അവര് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പക്കപ്പിറന്നാൾ തോറും വിഷ്ണുപ്രീതി വരുത്താൻ പറ്റിയ വഴിപാടുകൾ നടത്തി ഈ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടേണ്ടതാണ്. എങ്കിൽ ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ രക്ഷപ്പെട്ട് നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.